NDPS കോട്ട്പ ഡാൻസ് ഓഫ് എല്ലാം അറിയണ്ടേ. ഉണ്ണീസ് വിജയപാത പ്രസൻസ് ലഹരി വിരുദ്ധ ദിന കേസ്. വേൾഡ് ആന്റി ഡ്രഗ് ഡേ, ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനം ജൂൺ 26. അതുമായി ബന്ധപ്പെട്ട 30 ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ ഈ ക്വിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണീസ് വിജയപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചോദ്യങ്ങൾ: കോട്ട്പ COTPA കോട്ട്പ നിയമം ഏതുമായി ബന്ധപ്പെട്ടതാണ്? കോട്ട്പ നിയമം ഏതുമായി ബന്ധപ്പെട്ടതാണ്? സിഗരറ്റും മറ്റു പുകയില ഉൽപ്പന്നങ്ങളും, അതുമായി ബന്ധപ്പെട്ടതാണ് കോട്ട്പ നിയമം. കോട്ട്പ നിയമം നിലവിൽ വന്ന വർഷം. കോട്ട്പ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 2003. 2003 കോട്ട്പ നിയമം നിലവിൽ വന്നത്. കോട്ട്പ എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? കോട്ട്പ COTPA എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? കോട്ട്പ സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003. സിഗരറ്റ്സ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്, അതിന്റെ ചുരുക്കമാണ് കോട്ട്പ. 1996 ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ നിരോധിച്ച ലഹരി വസ്തു ഏത്? ഉത്തരം നോക്കാം. ചാരായം. 1996 ഏപ്രിൽ 1 മുതൽ ചാരായം കേരളത്തിൽ നിരോധിച്ചു. ലോക പുകവലി വിരുദ്ധ ദിനം എന്നാണ് ആചരിക്കുന്നത്? ലോക പുകവലി വിരുദ്ധ ദിനം എന്നാണ് ആചരിക്കുന്നത്? മാർച്ച് മാസത്തെ 2ാമത്തെ ബുധനാഴ്ചയാണ് ലോക പുകവലി വിരുദ്ധ ദിനം. 2025 ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം: തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ലഹരി വസ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ലഹരി വസ്തു മദ്യം. മദ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ലഹരി വസ്തു. മദ്യം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ലഹരി വസ്തു ഏതാണ്? മദ്യം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ലഹരി വസ്തു കഞ്ചാവ്, കനബീസ്. കഞ്ചാവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന 2ാമത്തെ ലഹരി വസ്തു. പുകവലിയുടെ വ്യാപനത്തോടെ ലോകത്ത് വർദ്ധിച്ചു വന്ന രോഗം. പുകവലി വ്യാപകമായതോടെ ലോകത്ത് വർദ്ധിച്ചു വന്ന രോഗം ഏതാണ്? ശ്വാസകോശ ക്യാൻസർ. പുകയില നേരിട്ട് ചവയ്ക്കുന്നവരിൽ കണ്ടുവരുന്ന പ്രധാന രോഗം. പുകയില നേരിട്ട് ചവയ്ക്കുന്നവരിൽ കണ്ടുവരുന്ന പ്രധാന രോഗം വായിലെ ക്യാൻസർ. വായിലെ ക്യാൻസർ പുകയില നേരിട്ട് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന രോഗമാണ്. ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? എല്ലാ വർഷവും മെയ് 31. എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. നിരോധിത മയക്കുമരുന്ന് കടത്ത് തടയാനും ബന്ധപ്പെട്ടവരെ പിടികൂടാനും കേരള പോലീസ് രൂപീകരിച്ച സംഘം അല്ലെങ്കിൽ ടീം, അതിൻ്റെ പേര് ഡാൻസ് ഓഫ്. DANSAF, ഡാൻസ് ഓഫ്. ഡാൻസ് ഓഫ്, DANSAF, ഡാൻസ് ഓഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നോക്കാം. ഡാൻസ് ഓഫ് എന്നാൽ ഡിസ്ട്രിക്റ്റ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത ചുരുക്കപ്പേരാണ് ഡാൻസ് ഓഫ്. ജനപങ്കാളിത്തത്തോടെ ലഹരി വർജനം നടപ്പാക്കാൻ മുഖ്യമന്ത്രി ചെയർമാനായി രൂപീകരിച്ചിട്ടുള്ള കേരള സംസ്ഥാന ലഹരി വർജന മിഷന്റെ പേര് വിമുക്തി മിഷൻ. വിമുക്തി മിഷൻ. പാർലമെന്റ് 1985 പാസാക്കിയതാണ് NDPS ആക്ട് അഥവാ നിയമം.
എന്താണ് NDPS എന്നതിൻ്റെ പൂർണ്ണരൂപം? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത ചുരുക്കപ്പേരാണ് NDPS. ഇതുമായി ബന്ധപ്പെട്ട നിയമം പാർലമെന്റ് പാസാക്കിയത് 1985-ലാണ്. ലഹരി മരുന്ന് വ്യാപനം തടയാൻ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഡാൻസാഫ് നിലവിൽ വന്ന വർഷം 2024. നിരോധിത ലഹരി മരുന്നു കടത്തുമായി ബന്ധപ്പെട്ടവരെ പിടിക്കാൻ കേരള പോലീസ് നടത്തിവരുന്ന ഓപ്പറേഷന്റെ പേര്. കേരള പോലീസ് നടത്തിവരുന്ന ഈ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട്. ദേശീയ അന്താരാഷ്ട്ര പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നിരോധിത ലഹരി മരുന്ന് വ്യാപാര ശൃംഖല തകർക്കാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഗരുഡ. ഓപ്പറേഷൻ ഗരുഡ. ഓപ്പറേഷൻ ഗരുഡ എന്നതിലെ GARUDA ഗരുഡയുടെ പൂർണ്ണരൂപം എന്താണ്? ഗരുഡയുടെ പൂർണ്ണരൂപം ഗ്ലോബൽ ആക്സസ് ടു റിസോഴ്സ് യൂസിങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചർ എന്നതിൻ്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത ചുരുക്കപ്പേരാണ് ഗരുഡ. മനുഷ്യന്റെ തലച്ചോറിലെ ഏതു ഭാഗത്തെയാണ് മദ്യം തകരാറിലാക്കുന്നത്? മനുഷ്യന്റെ തലച്ചോറിലെ ഏതു ഭാഗത്തെയാണ് മദ്യം തകരാറിലാക്കുന്നത്? ഉത്തരം സെറിബെല്ലം. തലച്ചോറിലെ സെറിബെല്ലം എന്ന ഭാഗത്തെ. ലഹരി വസ്തുക്കളുടെ അനധികൃത നിർമ്മാണം, കടത്ത്, വിൽപ്പന, ഉപയോഗം എന്നിവ തടയുന്നതിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം നോക്കാം. എക്സൈസ് വകുപ്പ്. എക്സൈസ് വകുപ്പാണ് ഇതിനുള്ള നടപടികൾ എടുക്കുന്നത്. ഉണ്ണീസ് വിജയപാത. അറിവ് തേടുന്നത് ലഹരിയാക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോക മദ്യവർജന ദിനം ആചരിക്കുന്നത് എന്നാണ്? ലോക മദ്യവർജന ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 3. ഒക്ടോബർ 3-നാണ് ലോക മദ്യവർജന ദിനം ആചരിക്കുന്നത്. ഡ്രഗ്സിനോടുള്ള ഭയത്തിന് പറയുന്ന പേരെന്ത്? ഡ്രഗ്സിനോടുള്ള ഭയത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഫാർമക്കോഫോബിയ. ഫാർമക്കോഫോബിയ എന്നാണ് ഡ്രഗ്സിനോടുള്ള ഭയത്തിന് പേര്. മദ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോൾ ഏതാണ്? മദ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോൾ ഏതാണ്? എഥനോൾ. എഥനോൾ ആണ് മദ്യത്തിൽ അടങ്ങിയ ആൽക്കഹോൾ. മരണത്തിന് കാരണമാകുന്ന വ്യാജ മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? മരണത്തിന് കാരണമാകുന്ന വ്യാജ മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ ആണ്. മദ്യപാനം മൂലം രോഗം ബാധിക്കുന്ന അവയവം. മദ്യപാനം മൂലം രോഗം ബാധിക്കുന്ന അവയവം. ഉത്തരം കരൾ. നമ്മുടെ ലിവർ അഥവാ കരളാണ്. ഇന്ത്യക്കാരിൽ വായിലെ ക്യാൻസർ ധാരാളമായി കണ്ടുവരുന്നതിന് പ്രധാന കാരണം എന്താണ്? ഇന്ത്യക്കാരിൽ വായിലെ ക്യാൻസർ ധാരാളമായി കണ്ടുവരുന്നതിന് കാരണം വെറ്റില മുറുക്ക്. വെറ്റില മുറുക്കാണ് ഇതിന് പ്രധാന കാരണം. തേയിലയിൽ നമുക്ക് ഉന്മേഷം പകരുന്ന ഉത്തേജക വസ്തു ഏതാണ്? തേയിലയിൽ നമുക്ക് ഉന്മേഷം പകരുന്ന ഉത്തേജക വസ്തു തെയീൻ. തെയീൻ എന്നാണ് തേയിലയിൽ അടങ്ങിയ ഉത്തേജക വസ്തുവിന് പേര്. കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള ഉത്തേജക വസ്തു ഏതാണ്? കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള ഉത്തേജക വസ്തു ഏതാണ്? കഫീൻ. കഫീൻ ആണ് കാപ്പിയിൽ അടങ്ങിയ ഉത്തേജക വസ്തു. കേരളത്തിലെ
ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി ആര്? ഉത്തരം MB രാജേഷ്. കേരളത്തിലെ ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ്. ലഹരി ജീവിതമാകരുത്, ജീവിതം ലഹരിയാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും തൽക്കാലം വിട.